പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഈ നാടിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ചാനലാണ് സാക്ഷി TV. ഞാനിപ്പോൾ അതിലേക്ക് വന്നത് നമ്മുടെ നാടിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് പറയാനാണ്. എന്താണ് നമ്മുടെ നാട്, എങ്ങോട്ടാണ്? ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടിന്, ഈ ദേശത്തിന് അഭിമാനമായിരുന്നു. എന്നാൽ ഇന്ന് കുറേ കാലങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് തുടർഭരണത്തിൻ്റെ ആധിക്യം കൊണ്ട് നമ്മുടെ നാട് നശിക്കുന്നുവോ നന്നാവുന്നുവോ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിലൊന്നാമതായി പറയാനുള്ളത് ചടയമംഗലം ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചിട്ട് വർഷങ്ങളായി. തകർന്നു വീഴാണ്ട എത്തിയ സമയത്താണ് അത് പൊളിക്കുന്നത്. അത് പൊളിച്ചിട്ട് പുതിയ കെട്ടിടം എത്രയും പെട്ടെന്ന് പണിയും എന്നൊരു വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അതിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും ആ പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം പണിയുന്നതിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഫണ്ട് അനുവദിച്ചെന്ന് പറയുന്ന വ്യാജമായ റിപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിച്ച് വോട്ട് നേടുക, അവർ ജയിക്കുക, അത് മറക്കുക. ഇതാണ് പഞ്ചായത്ത് ഓഫീസിൻ്റെ അവസ്ഥ. ഇന്ന് ആ പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്ന സ്ഥലം ഹരിത കർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരണ സ്ഥലമായി മാറിയിരിക്കുന്നു. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി പണിഞ്ഞിട്ട കമ്മ്യൂണിറ്റി ഹാൾ, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒരു വിവാഹം നടത്തുവാൻ കഴിവില്ലാത്ത പാവപ്പെട്ടവർക്ക് തുച്ഛമായ സാമ്പത്തികം നൽകിക്കൊണ്ട് പാവപ്പെട്ടവരുടെ വിവാഹം, ആ കുട്ടികളുടെ വിവാഹം നടത്തുവാൻ പറ്റിയ ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട്, അതായത് യാതൊരുവിധ സൗകര്യങ്ങളില്ലാത്ത തരത്തിൽ പഞ്ചായത്ത് ഓഫീസ് അവിടെ വർക്ക് ചെയ്യുകയാണ്. ഇത് പാവങ്ങളുള്ള ഒരു വഞ്ചനയാണ്, അവരോടുള്ള തിരിച്ചടിയാണ്. അത് മാറണം. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഓഫീസ് പണിഞ്ഞ് അതിനുവേണ്ട നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി ഒരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷങ്ങൾ മുടക്കി മേടിച്ച വാഹനത്തിൻ്റെ കമ്മീഷൻ പിടിച്ച് അനുഭവിച്ചതല്ലാതെ ആ വാഹനം ഉപയോഗിക്കുവാനോ അത് ആ ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി അത് കൊടുക്കുവാനോ അത് ഏത് കേടുപാടുകൾ തീർത്ത് അതിന് വർക്ക് ചെയ്യിക്കുവാനോ കഴിയാത്ത അവസ്ഥയാണ്. അവിടെ കിടന്ന് തുരുമ്പെടുക്കുകയാണ്. എന്തൊരു ഭരണമാണിത്? എന്താണ് ഇവിടുത്തെ സ്ഥിതി? ഇവിടെ കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇവിടെ ആര് ഭരിക്കുന്നതിലും ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ആര് ഭരിച്ചിരുന്നാലും ജനകീയമായ പ്രവർത്തനങ്ങൾ, ജനോന്മുഖ പ്രവർത്തനങ്ങൾ, വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ പാടെ തകിടം പറഞ്ഞിരിക്കുന്നു. യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത കുറേ മെമ്പർമാരും, യാതൊരു ഉത്തരവാദിത്വം ബോധവുമില്ലാത്ത രാഷ്ട്രീയക്കാരും ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. ഇത് എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന്, ആ പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന ഒരു സ്ഥലം, സബ് രജിസ്ട്രാർ ഓഫീസ് എന്ന് പറയുന്ന സ്ഥലം 100 വർഷങ്ങൾക്ക് മുൻപേ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ടെന്ന് വർഷങ്ങളായിരിക്കുന്നു. അവിടെ ഇന്ന് പാമ്പ് വളർത്തൽ കേന്ദ്രമായിട്ടും സാമൂഹിക വിരുദ്ധരുടെ താവളമായിട്ടും മാറിയിരിക്കുകയാണ്. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തതാണ് ഇപ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. യാതൊരു സൗകര്യങ്ങളും അവിടെ ഇല്ല. ഇതിനെക്കുറിച്ചൊക്കെ എത്രയോ പേര് ആരെല്ലാം പറയുന്നുണ്ട്. RSP എന്നുള്ള എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എത്രയും പെട്ടെന്ന് ആ കെട്ടിടം അവിടെ പണിഞ്ഞ് ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്റ്റേഡിയം, ഓരോ MLA വരുമ്പോഴും, ഓരോ മന്ത്രിമാർ വരുമ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തറക്കല്ലിടുക, കൊട്ടിഘോഷിക്കുക, നാടിളക്കുക, കളഞ്ഞിട്ട് പോകുക. ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നല്ലാതെ എവിടെ ഫണ്ട് അനുവദിച്ചെന്നാ? ഫണ്ട് അനുവദിച്ചെന്നാണ് പറയുന്നത്. പണ്ടത്തെ കാലത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നതിന് ഇത് പ്രവർത്തിക്കുവാനോ ആ സ്റ്റേഡിയം പണി തീർക്കുവാനും കഴിയുന്ന തരത്തിലേക്ക് ഫണ്ടുകൾ, ആ തുകകൾ അനുവദിക്കുവാൻ ഇവിടെ ആർക്കും കഴിയുന്നില്ല. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇവിടുത്തെ ഭരണകർത്താക്കൾ ചിന്തിക്കുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് ഭരണക്കാർ ചിന്തിക്കുന്നില്ല. MLA ചിന്തിക്കുന്നില്ല. മന്ത്രി ചിന്തിക്കുന്നില്ല. എന്താണ് ഇവിടുത്തെ സ്ഥിതി? ഇവിടെ ജനങ്ങൾ പ്രതികരിക്കുന്നു. ഇപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞു, ഇനിയും പ്രതികരിക്കും. ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നിറവേറ്റില്ല എങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് തിരിച്ചടികൾ ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് നിങ്ങളോട് വിദ്വേഷമൊന്നുമില്ല. ഇവിടുത്തെ ഭരണക്കാരോട് വിദ്വേഷമില്ല, മന്ത്രിയോട് വിദ്വേഷമില്ല, MLA വിദ്വേഷമില്ല. ഞങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്താണ് ഞങ്ങൾ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചില്ല എങ്കിൽ കൃത്യമായും തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ശ്രീ മുസ്തഫ പഞ്ചായത്ത് പ്രസിഡന്റായ കാലഘട്ടത്തിൽ ചടയമംഗലത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്
ഒരു KSRTC ഡിപ്പോ സ്ഥാപിച്ചു. എന്തെല്ലാം വിഷയങ്ങൾ, ഞാനും അതിൽ പങ്കെടുത്ത ആളാണ്. ഇവിടെ ഫെയർ സ്റ്റേജില്ല. ആ സ്റ്റാൻഡിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എന്തെല്ലാം എതിർപ്പുകൾ ഏതെല്ലാം ഭാഗത്തുനിന്ന്, എങ്കിൽ പോലും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സ്റ്റേഡിയം ആ KSRTC ഡിപ്പോ ഇവിടെ സ്ഥാപിച്ചു. ഇവിടെ എത്ര സർവീസുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്? ഇവിടെ സബ് ഡിപ്പോ ആയിരുന്നു, ശക്തമായ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ഭാഗത്തേക്കും ഇവിടുന്ന് വാഹനങ്ങൾ പോകുമായിരുന്നു. ഇന്നത് ഓപ്പറേറ്റിംഗ് സെന്ററായിട്ട് അതപ്പതിച്ചിരിക്കുന്നു. ഇവിടുന്ന് ആപ്പീസ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ സ്ഥാപനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണിത്? ഇന്ന് എത്ര ബസ്സുണ്ട് ഇവിടെ? എത്ര സർവീസ് ഉണ്ട് ഇവിടെ? പരിശോധിക്കപ്പെടണം. ജീവനക്കാർക്ക് സമയസമയത്ത് ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. എല്ലാവർക്കും അറിയാമല്ലോ. ആ ഡിപ്പോ, ആ KSRTC സബ് ഡിപ്പോ ഇന്ന് നശിപ്പിച്ച് നാരായണക്കര തോണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ ശക്തമായി പ്രതികരിക്കുവാൻ ഇവിടെ ജനങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, തൊട്ടടുത്തായിട്ട് പഞ്ചായത്ത് വകയായിട്ട് കുറേ സ്ഥലം കിടപ്പുണ്ട്. കണ്ണായ സ്ഥലം, പഞ്ചായത്ത് സ്ഥലം, മിനി സിവിൽ സ്റ്റേഷൻ പണിയാൻ പറ്റിയ സ്ഥലം. അതിന്ന് നാട്ടുകാരുടെ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി മാറിയിരിക്കുന്നു. കമ്മീഷൻ പദ്ധതി ആദായം എവിടെയുണ്ട്? ആ പദ്ധതികൾ മാത്രമേ പഞ്ചായത്ത് നടപ്പാക്കുന്നുള്ളൂ. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിങ്ങൾ ചിന്തിക്കണം, നടപ്പാക്കണമെന്നാണ് നിങ്ങൾ പറയാനുള്ളത്. തൊട്ടടുത്ത് KSRTC ശുചിമുറി പണിഞ്ഞിട്ടുണ്ട്. 30 വർഷത്തിൽ പല റോഡൊക്കെയാണ് പണിഞ്ഞിരിക്കുന്നത്. ഈ ചടയമംഗലം ജംഗ്ഷനിൽ വന്നാൽ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ചടയമംഗലം ജംഗ്ഷനിൽ ഒരു പഞ്ചായത്ത് കിണർ ഉണ്ടായിരുന്നു, അവിടെ കുറേ ഭൂമി ഉണ്ടായിരുന്നു. ഇന്ന് കിണറുമില്ല, ഭൂമിയുമില്ല. തീർച്ചയായിട്ടും ആ ഭാഗത്തിന് മൂത്രപ്പരയോ അതിനനുബന്ധമായ സ്ഥലങ്ങളോ അവിടെ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? പോട്ടെ, ഇപ്പോൾ പുതിയതായിട്ട് പദ്ധതി നടപ്പാക്കിയപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് ധരിച്ചത്. ഇന്ന് വരെ തുറന്നു കൊടുക്കാൻ അവർ കഴിയുന്നില്ല. അവർ പറയുന്ന ന്യായം കിണറല്ല, വെള്ളമില്ല. ഇത് വെള്ളം എങ്ങനെ ഉണ്ടാവണം? ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുഴൽക്കിണറുകളുടെ പദ്ധതി ഉണ്ടല്ലോ. എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? എന്താണ് ഇതിൻ്റെ കാരണം? പരിശോധിക്ക. കൂടാതെ നമ്മുടെ നാട്ടിൽ ഇന്ന് സഞ്ചരിക്കുന്ന ഒരു ആഫീസുണ്ട്. ഈ ആഫീസ് സ്ഥാപിച്ചത് ഇളവക്കോട് ബ്ലോക്ക് ഓഫീസിനടുത്തായിരുന്നു. അത് സഞ്ചരിച്ച് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിനടുത്ത് വന്നു. അതിപ്പോൾ വീണ്ടും ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ അടുത്തേക്ക് മാറിയിരിക്കുകയാണ്. എന്താണ്? HIS ഓഫീസ്. ഇന്ന് നമ്മുടെ നാടും ദേശവും ഗ്രാമങ്ങളും രാജ്യവും ലോകവും മൊത്തം മയക്കുമരുന്ന് മാഫിയയുടെ കയ്യിലായിരിക്കുന്ന അമർന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ HIS ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് കുറേയെങ്കിലുമൊക്കെ പരിഹരിക്കുവാനും ഇല്ലാതാക്കുവാനും കഴിയും. അത് അവർക്ക് സ്വസ്ഥമായിട്ട് ചെയ്യുവാനോ അന്വേഷിക്കുവാനോ അതിന് മതിയായ സാഹചര്യങ്ങളോ അവിടെ ഇല്ല. അപ്പോൾ ആ ആഫീസുകൾ, ഇങ്ങനെയുള്ള ആഫീസുകൾ ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ കൃത്യമായി അവർക്കൊരു ആസ്ഥാനം ഉണ്ടാകണം. ഇന്ന് ഈ HIS ഓഫീസ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് അധീനതയിൽ ആ പ്രദേശത്ത് നിലനിന്ന് പോകുന്ന ആ സന്ദർഭത്തിൽ ആ നിലനിർത്താൻ വേണ്ട പദ്ധതികൾ ഭരണക്കാരുണ്ടാക്കിയില്ല എങ്കിൽ കൃത്യമായും തൊട്ടടുത്ത പഞ്ചായത്തുകാർ അതിനെ കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആൾക്കാരിങ്ങനെ ഉന്നമിട്ടിരിക്കുന്നു. കൃത്യമായും അവർക്ക് അതിന് വേണ്ട സംവിധാനം ഈ ഗ്രാമപഞ്ചായത്തിലെ ഭരണക്കാർ, ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ മന്ത്രി, ഈ മണ്ഡലത്തിൻ്റെ MLA മുൻകൈയെടുത്ത് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രധാനപ്പെട്ട ഓഫീസുകൾക്ക് വേണ്ടി, ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി, ഇവിടുത്തെ പെൻഷൻകാർക്ക് വേണ്ടി, ഇവിടുത്തെ ആധാരം എഴുതുന്നവർക്ക് വേണ്ടി ഒക്കെ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് സബ് ട്രഷറി എന്ന് പറയുന്നത്. ആ ട്രഷറി അവിടെ പ്രവർത്തിപ്പിക്കുന്നത് തന്നെ ഏത് സമയത്തും അടന്നു വീഴാവുന്ന തരത്തിൽ ആടി ഒലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു. ആ കെട്ടിടം അവിടെ നിന്ന് മാറ്റിയിട്ട് സബ് ട്രഷറി വാടകയ്ക്ക് പോയിരിക്കുന്നു. ആ വാടകയ്ക്ക് പോയ സ്ഥാനത്ത് ഈ ട്രഷറി സ്ഥലം ഇന്ന് ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരണ സ്ഥലമായി മാറിയിരിക്കുന്നു. ആ അത്രയും സ്ഥലത്ത് വലിയൊരു കെട്ടിടം പണിഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസും അതുപോലെ എത്രയോ സ്ഥാപനങ്ങൾ അവിടെ കൊണ്ടുവരാൻ കഴിയും. എന്തുകൊണ്ട് നടക്കുന്നില്ല? അതുപോലെ തന്നെ തൊട്ടടുത്ത് RTO ഓഫീസ്. RTO ഓഫീസിൻ്റെ ദിവസം നമ്മൾ രാവിലെ നോക്കുമ്പോൾ അറിയാം, 100 കണക്കിന് ആൾക്കാർ വന്ന് പോകുന്നുണ്ട് അവിടെ. ആൾക്കാർ ഇന്ന് അവിടെ നിന്ന് തിരിയുവാനോ അവർക്കുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുവാനോ അവർ കഴിയുന്നില്ല അവിടെ. ആ പഞ്ചായത്ത് ആ കെട്ടിടത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് നേരത്തെ നിലയിൽ 2ഓ 3ഓ മുറി, അതിനുവേണ്ടി കുടുസുമുറികളാണത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതൊക്കെ അവിടുന്ന് മാറ്റിക്കൊടുക്കേണ്ടതാണ്, മാറ്റിയെടുക്കേണ്ടതാണ്, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഈ പഞ്ചായത്തിനോ ഭരണക്കാർക്കോ കഴിയുന്നില്ല? അതുപോലെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചടയമംഗലം പഞ്ചായത്തിൻ്റെ ഏറ്റവും വരുമാന സ്രോതസ്സായ ഒരു പദ്ധതിയായിരുന്നു ചടയമംഗലം മാർക്കറ്റ്. ആഴ്ചയിൽ 2 പ്രാവശ്യം എന്നും മാർക്കറ്റ് പ്രവർത്തനം ഉണ്ടെങ്കിലും ശക്തമായ പ്രവർത്തനം 2 ദിവസം ഉണ്ടായിരുന്നു. എവിടെ നിന്നല്ല, ഈ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ വന്നുകൊണ്ടിരുന്നു. ജില്ലയുടെ എന്നുള്ളതല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ മാർക്കറ്റിൽ വന്ന് പോയിക്കൊണ്ടിരുന്നു. വ്യവസായികളും ബിസിനസ്സുകാരും ഒക്കെ ഇന്ന് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതിനകത്തും കോടിക്കണക്കിന് രൂപ മുടക്കി ശുചിമുറിയും മറ്റു കെട്ടിടങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും ഒക്കെ പണിഞ്ഞിട്ടിരിക്കുകയാണ്. അവിടെ ഇന്ന് പട്ടികൾക്കുള്ള സ്ഥിരാകേന്ദ്രങ്ങളാണ്. പട്ടികൾക്കും മദ്യപാനികൾക്കും താമസിക്കുവാനും അന്തി ഉറങ്ങുവാനുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു. അതെ, ഇതൊക്കെ മാറണം.
ഇതിനൊക്കെ ശക്തമായി പ്രതികരിക്കണം. ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്കുള്ള രാഷ്ട്രീയമോ നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ മതമൊന്നും ഞങ്ങൾ കാണുന്നില്ല. നമുക്ക് വേണ്ടത് ജനകീയമായ പ്രക്ഷോഭം, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരേണ്ട ഒരു സ്ഥിതിയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി എല്ലാ ജനങ്ങളും രംഗത്ത് വരണമെന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിൻ്റെ PHC സെൻ്റർ. ഇങ്ങനെ ഒരു ആശുപത്രി എത്രയോ വർഷങ്ങൾ, ഏതാണ്ട് 100 വർഷത്തിനടുത്തായിരിക്കുന്നു പഴയ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. ഇവിടെ പ്രസവം നടക്കുമായിരുന്നു, ഓപ്പറേഷൻ നടക്കുമായിരുന്നു, അതുപോലെ തന്നെ മോർച്ചറി ഉണ്ടായിരുന്നു. അത് ഇത്രയും സൗകര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു ആശുപത്രി കൊട്ടാരക്കര താലൂക്കിൽ, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഏറ്റവും പ്രഗത്ഭമായ ഒരു ചികിത്സാ കേന്ദ്രമായിരുന്നു ചടയമംഗലത്തെ ഗവൺമെൻറ് ആശുപത്രി. ഇന്ന് ആ ആശുപത്രിക്ക് കുറേ കെട്ടിടങ്ങൾ MLA-യുടെയും മന്ത്രിയുടെയും ഒക്കെ ഫണ്ടിൽ കുറേ കെട്ടിടങ്ങൾ പണിഞ്ഞിട്ടുള്ള, അല്ലാതെ അതിനെക്കുറിച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു ഗുണം ഈ നാട്ടുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്നവിടെ ഡോക്ടറില്ല, ആവശ്യത്തിന് മരുന്നില്ല, ഉണ്ടാക്കിയ കെട്ടിടങ്ങളെല്ലാം പട്ടിയും പാമ്പും കയറി ഇറങ്ങുന്നു. ഇന്നവിടെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അവിടെ PHC സെൻ്റർ ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, മൃഗാശുപത്രിക്ക് തുല്യമാണ്. അവിടെ പട്ടി പറ്റി കിടക്കുകയാണ്, പട്ടിയെ വളർത്തിയിട്ടിരിക്കുകയാണ്. ഇന്ന് ആ അവസ്ഥ മാറണമെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കണം, ജനങ്ങൾ ഉണരണം. ഭരണക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് കമ്മീഷൻ കിട്ടുന്ന പദ്ധതി മാത്രമേ അവർ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ തൊട്ടടുത്തായി നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ പ്രായം ചെന്നവർക്ക് കുറച്ച് നേരം അവിടെ പോയിരുന്ന് വിശ്രമിക്കുവാനും അവർക്ക് എല്ലാവരും ഒത്തുകൂടുവാനും അവർക്കുള്ള ഒരു സന്തോഷങ്ങളും പങ്കിട്ട് ഉല്ലാസങ്ങൾ നടത്തുവാനും ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് പകൽ വീട്. ഈ പകൽ വീട് പദ്ധതി കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ പ്രായം ചെന്നവർക്ക് ജാതിയും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് പ്രായം ചെന്നവർക്കൊന്ന് പോയി ഇരിക്കുവാനും ഒത്തുകൂടുവാനും അവർക്കൊന്ന് വിശ്രമിക്കുവാനും ഒരു പക്ഷേ വേണ്ടി വന്നാൽ അവർക്കൊന്ന് ഒരു ദിവസം അവിടെ അന്തി ഉറങ്ങുവാനും ഒക്കെ കഴിയുന്നൊരവസ്ഥയിലേക്കാണ് പകൽ വീട് പദ്ധതി കൊണ്ടുവന്നത്. ആ പകൽ വീട് പദ്ധതിയുള്ള സ്ഥലത്ത് കാട് കയറി മൂടി പിറന്ന് പാമ്പ് കിടക്കുകയാണ്. അതിലെ ഒന്ന് നടന്നു പോകാൻ പോലും ഭയമാണ്. ഒരു പക്ഷേ അതിലെ നടന്ന് നമ്മൾ പോയാൽ കൃത്യമായും പാമ്പോ മറ്റേ നമ്മളെ ഉപദ്രവിച്ചിരിക്കും, അല്ലെങ്കിൽ പട്ടി നമ്മളെ ഉപദ്രവിച്ചിരിക്കും. ആ അവസ്ഥയാണ് അവിടെ. ഇതെന്തിനാണ് നിർമ്മിച്ചു? എത്ര ലക്ഷം രൂപ ഇതിനു വേണ്ടി മുടക്കി? എന്തുപയോഗം? ആർക്ക് വേണ്ടി ഇത് ചെയ്തു? ഇവിടെ ഓരോ ദിവസം ചെല്ലുന്തോറും ഒരു ചായയ്ക്ക് പോലും വകയില്ലാത്ത ജനപ്രതിനിധികളായി വരുന്നവർ വർഷങ്ങൾ 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ കോടീശ്വരന്മാരായി മാറുന്ന അവസ്ഥ നമ്മൾ കാണുന്നത്. ഇത് എവിടുന്നാണ്? ഇതിൻ്റെ മാർഗങ്ങൾ എവിടുന്നാണ്? ഏത് തരത്തിലാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. നിങ്ങൾ എടുക്കുന്നതിലെടുക്കുന്ന നമുക്കൊരു യാതൊരു വിഷമമില്ല. പക്ഷേ പദ്ധതികൾ കൊണ്ടുവന്നാൽ അത് ജനോന്മുഖമായ പ്രവർത്തനങ്ങളായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, വരും കാലഘട്ടത്തിൽ ഇതിനൊക്കെ എതിരെ ശക്തമായ പ്രതിഷേധവും പ്രകടനവും പ്രതിഷേധ സമരങ്ങളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ രാഷ്ട്രീയം മറന്ന്, ജാതി മറന്ന്, മതങ്ങൾ മറന്ന് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ അതിനോടൊപ്പം നിങ്ങളെല്ലാവരും, ഈ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരു വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടാകാം, ജനങ്ങൾക്ക് ഓരോരുത്തർക്കും രാഷ്ട്രീയം ഉണ്ടാകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയം ആയിക്കോട്ടെ, ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഒരു എതിരില്ല, ഞങ്ങൾക്കില്ല. നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ നാടിൻ്റെ വികസനം, നമ്മുടെ നാടിൻ്റെ വളർച്ച, ഇതിനു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലായെങ്കിൽ ഇതിനേക്കാൾ ശോചാവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിപ്പെടുമെന്ന് മാത്രം പറഞ്ഞു തൽക്കാലം ഞാൻ വിരമിക്കുന്നു. നന്ദി.